അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിനായി പാപ്പയെ ചികിത്സിക്കുന്ന ജമല്ലി ആശുപത്രിയിൽ വിശുദ്ധ കുർബാനാർപ്പണം നടന്നു. ഓർഡർ ഓഫ് ഫ്രിയേഴ്സ് മൈനർ ജനറൽ ഫാദർ മാസിമോ ഫുസേരല്ലി വിശുദ്ധ കുർബാനയിൽ മുഖ്യ കാർമ്മികനായി. പാപ്പയ്ക്കു വേണ്ടി പ്രാർത്ഥനകൾ തുടരണമെന്ന് ദിവ്യബലി മധ്യേയുള്ള സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. അതേസമയം പാപ്പയെ പ്രത്യേകം സമർപ്പിച്ച് ഉച്ചയ്ക്ക് 12 മണിക്ക് ദിവ്യകാരുണ്യ ആരാധനയും നടത്തി. തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിനു വേണ്ടി ജമലിയിൽ നടത്തിവരുന്ന ദൈനംദിന പ്രാർത്ഥനയുടെ ഭാഗമായി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അതേസമയം ആശുപത്രിക്കകത്തും പുറത്തും ലോകമെമ്പാടുമായി പാപ്പയ്ക്കു വേണ്ടി പ്രാർത്ഥന തുടരുകയാണ്. ജൂബിലിയുടെ കേന്ദ്ര സന്ദേശമായ പ്രതീക്ഷ ഈസ്റ്റർ വിജയത്തിലേക്കുള്ള നമ്മുടെ നോമ്പുകാല യാത്രയുടെ ശ്രദ്ധാകേന്ദ്രമായിരിക്കട്ടെ എന്ന് ഫെബ്രുവരി 25-ന് പുറത്തിറക്കിയ 2025-ലെ നോമ്പുകാല സന്ദേശത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കുള്ള ചികിത്സയ്ക്കായി ഫ്രാൻസിസ് പാപ്പ ജമല്ലി ഹോസ്പിറ്റലിൽ ആണെങ്കിലും ഫെബ്രുവരി 6-ന് തന്നെ നോമ്പുകാല സന്ദേശം തയ്യാറാക്കിയിരുന്നു. മാർച്ച് 5 മുതൽ നോമ്പുകാലം ആരംഭിക്കും. മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള അവസരമാണ് ഈ നോമ്പുകാലം എന്നും പാപ്പ തന്റെ സന്ദേശത്തിൽ കുറിച്ചു. 2022 ഫെബ്രുവരി 24-ന് യുക്രൈനു നേരെ റഷ്യൻ അധിനിവേശ ആക്രമണം ആരംഭിച്ചതു മുതൽ ഇതുവരെ 3 വർഷത്തിനിടെ കത്തോലിക്ക സന്നദ്ധ സംഘടനയായ ACN യുക്രൈന് നൽകിയത് 25 മില്യൺ യൂറോയുടെ സഹായം. വലിയ തോതിലുള്ള അധിനിവേശത്തിന് ശേഷം 977 പ്രൊജക്ടുകൾക്ക് അംഗീകാരം നൽകുകയും ധനസഹായം നൽകുകയും ചെയ്തിട്ടുണ്ടെന്ന് പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് പ്രസ്താവനയിൽ അറിയിച്ചു. വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള വത്തിക്കാൻ സംഘം പുതിയ 5 പ്രഖ്യാപനങ്ങൾ പുറപ്പെടുവിച്ചു. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനെയും പൊതുകാര്യ വിഭാഗത്തിന്റെ നിയുക്താധികാരിയായ ആർച്ച് ബിഷപ്പ് എഡ്ഗർ പേനപാറയെയും റോമിലെ ജമല്ലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് പാപ്പ അധികാരപ്പെടുത്തിയതനുസരിച്ചാണ് വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള സംഘം ഈ പ്രഖ്യാപനങ്ങൾ പുറപ്പെടുവിച്ചത്. വെനസ്വേല സ്വദേശിയായ വാഴ്ത്തപ്പെട്ട ജോസ് ഗ്രിഗോറിയോ ഹെർണാണ്ടസിനെയും ഇറ്റലിക്കാരനായ വാഴ്ത്തപ്പെട്ട ബർത്തോളെ ലോങ്കോ എന്നിവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കാനുള്ള അംഗീകാരം പാപ്പ നൽകി. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.